റെയിൽവേയുടെ ടി വിനോദിനെ ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തോടെ ട്രെയിൻ യാത്രക്കാരാകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു ടിയുടെ ട്രെയിനിലെ പങ്ക് എന്തൊക്കെയാണ്, ജോലി എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ആരാണ് ടി? ട്രെയിനിലെ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം അധികാരിയാണ് ടി. അതായത് ട്രെയിനിൽ ടിമാർ പല ഗ്രേഡിലാണുള്ളത്. ടിക്കറ്റ് എക്സാമിനർ, ടി അതായത് ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ, TTI ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടർ, CTI ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ. ഈ രീതിയിലാണ് ടിമാരുടെ ഗ്രേഡ്. ഒരു ട്രെയിനിൽ എത്ര ടിമാരുണ്ടാകും? ഉദാഹരണത്തിന് 25 കോച്ചുള്ള ഒരു ട്രെയിനാണെന്ന് സങ്കല്പിക്കാം. ഈ ട്രെയിനിൽ 5 ടിമാരാകും ഉണ്ടാകുക. അതായത് 5 കോച്ചുകൾക്ക് ഒരു TT അല്ലെങ്കിൽ TTI അല്ലെങ്കിൽ CTI, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഈ കോച്ചിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. ഇവരുടെ എല്ലാം ജോലിയുടെ സ്വഭാവം ഒന്ന് തന്നെയാണ്. ടിക്കറ്റ് കൃത്യമായി പരിശോധിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു AC കോച്ചുകളിലാണെങ്കിൽ, മിക്കവാറും AC കോച്ചുകളിലാണെങ്കിൽ CTIമാരോ TTIമാരോ ആയിരിക്കും ഉണ്ടാകുക. സ്ലീപ്പർ കോച്ചിൽ സാധാരണഗതിയിൽ ടിക്കറ്റ് എക്സാമിനറോ TTOമാരോ ആയിരിക്കും ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. ടിയുടെ ജോലി എന്നതാണ്. അതായത് ഒരു കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ AC കോച്ചിലാണെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർ, ഇത്തരക്കാരെ കണ്ടെത്തുക, അവർക്ക് പിഴ ചുമത്തുക, ഇവയെല്ലാം ഈ ടിമാരുടെ ജോലിയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ RACയിലാണ് യാത്ര ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ ഒരു സീറ്റ് ഒഴിവ് വരികയാണെങ്കിൽ ആ ആൾക്ക് സീറ്റ് അനുവദിക്കുക. ഇതെല്ലാം ടിമാരുടെ ചുമതലയാണ്. ഇതിന് പുറമെ തന്നെ ഈ ടിക്കറ്റുമായി ബന്ധപ്പെട്ട അല്ലാത്ത നിരവധി പരാതികളും ചുമതലകളും ഈ ടിമാർക്കുണ്ട്. അതായത് യാത്രക്കാർ ടിമാരോട് ഈ കോച്ചുമായി ബന്ധപ്പെട്ട, അതായത് കോച്ചിൻ്റെ വൃത്തി, അതുപോലെ തന്നെ മറ്റു പരാതികൾ, ഇതെല്ലാം തന്നെ ടിമാരോട് ഉന്നയിക്കും. സുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കും. ഇതെല്ലാം തന്നെ ഈ ടിമാർ ബന്ധപ്പെട്ട കൺട്രോൾ റൂമിൽ അറിയിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും വേണം. ആവശ്യമുണ്ടെങ്കിൽ RPFൻ്റെയോ അല്ലെങ്കിൽ റെയിൽവേ പോലീസിൻ്റെയോ എല്ലാം സഹായം തേടാനും ടിമാർക്ക് കഴിയും. അവരുടെ ചുമതലയുമാണ്. ഒരു ടിയുടെ ഡ്യൂട്ടി സമയം എത്രയാണ്? ഒരു ടിയുടെ ഡ്യൂട്ടി സമയം എന്നത് 8 മണിക്കൂറാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടുകയാണെങ്കിൽ ആ ട്രെയിൻ പാലക്കാടോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ എത്തുമ്പോൾ ഒരു ടിയുടെ ഡ്യൂട്ടി സമയം അവസാനിക്കും. അടുത്ത ഡ്യൂട്ടി അവർക്ക് തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും. ടിമാരെ പോലെ തന്നെയാണ് റെയിൽവേയിലെ സ്ക്വാഡുകളും. ടിയും സ്ക്വാഡും ഒന്നാണോ? ടിയും സ്ക്വാഡും ഒന്നല്ല. കാരണം ടിമാർക്ക് ഡ്യൂട്ടി ഒരു ട്രെയിനിൽ മാത്രമായിരിക്കും. സ്ക്വാഡുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് ഏത് ട്രെയിനിൽ വേണോ മാറി കയറുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യാം. സാധാരണ ടിമാർ കണ്ടെത്തുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ മറ്റ് നിയമലംഘനങ്ങൾ, ഇപ്പോൾ പുകവലിയാണെങ്കിലും ഈ മദ്യക്കടത്താണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ, അതായത് നിയമലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സ്ക്വാഡുകൾ പരിശോധിക്കും, പിഴ ചുമത്തും, ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറും. റെയിൽവേ സ്ക്വാഡിൽ RPFകാരുടെ സേവനം കൂടി അവർക്ക് ലഭിക്കും. അതായത് ടിമാരെക്കാളും കൂടുതൽ സുരക്ഷ ഈ സ്ക്വാഡുകൾക്ക് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിലെല്ലാം ലക്ഷ്യം ടിമാരുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെയിൽവേക്കുണ്ടാകുന്ന വരുമാനത്തിൻ്റെ ചോർച്ച ഒഴിവാക്കുക. അതായത് നിയമലംഘനം നടത്തുന്ന ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് പിഴ ചുമത്തി റെയിൽവേക്ക് വരുമാനം കൂട്ടുക എന്നത് തന്നെയാണ്.